നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ മലയാളികൾ ഇപ്പോൾ മറ്റ് സംസ്ഥാനക്കാരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണല്ലോ. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇതാ ഒരാഴ്ചയും കഴിഞ്ഞു, 10 ദിവസവും കഴിയാൻ പോകുന്നു. എന്നിട്ടും ഇവിടെ ആരാണ് മുഖ്യമന്ത്രി എന്നതിനെപ്പറ്റി യാതൊരു തീരുമാനമായില്ല. മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനക്കാരൻ എന്ന പഴിയും പേര് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, UDF ഇത്ര വലിയ വിജയം നേടിയിരിക്കുന്നു. ഇങ്ങനെ വിജയം നേടിയിരിക്കുന്ന സമയത്ത് UDFനകത്ത് യാതൊരു എതിർപ്പ് പോലുമില്ലാതെ മുഖ്യമന്ത്രി ആവാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അവർ ഒരിക്കൽ ഉയർത്തിക്കൊണ്ട് വന്നതുമാണ്. നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും, അയാളുടെ പേര് ശശി തരൂർ എന്നാണ്. അപ്പോൾ ചിലർ നെറ്റിച്ചൊളിക്കും, എങ്ങനെ ശശി തരൂർ? നിങ്ങൾ ഇന്ന് കാണുന്ന കേൾക്കുന്ന ഇമേജൊന്നും ഇല്ലാത്ത VD സതീശനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട, ഒരു 2 വർഷം പുറകോട്ട് പോയാൽ മതി. ആ സമയത്ത് ഇസ്രായേലും ഗാസയിലെ ഹമാസും ഒക്കെ ആയിട്ട് കൊടിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നത് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയനും LDF സർക്കാരും തന്നെ കേരളം ഭരിച്ചേക്കും, അവർക്ക് പിണറായി 3 തുടർഭരണം കിട്ടും എന്ന തരത്തിൽ കോൺഗ്രസ്സുകാർ പോലും വിശ്വസിച്ചിരുന്ന ഒരു സമയം. കോൺഗ്രസ്സിന് യാതൊരു പ്രതീക്ഷയുമില്ല, നിരാശയാണ് അവർക്കെല്ലാം. എന്ത് ചെയ്താൽ ഇവരെ ഒന്ന് താഴെ ഇറക്കാൻ പറ്റും? കാരണം ആ സമയത്ത് ഈ LDFൻ്റെ PR വർക്ക്, അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്, പിന്നീട് മറ്റ് ചില കാര്യങ്ങൾ. ആ സമയത്ത് ഓർക്കുക, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊളയൊന്നും പുറത്ത് വന്നിട്ടില്ല, ഒരുപാട് വിവാദ കാര്യങ്ങളൊന്നും ആ സമയത്ത് പുറത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലാതെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും അവരുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന സമയമാണ്. UDF ക്യാമ്പിൽ വലിയ നിരാശയാണ്. VD സതീശന് ഇന്ന് കാണുന്ന ഇമേജൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആരുടെയോ ബുദ്ധിയിലാണ് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ ശശി തരൂരിനെ പറ്റി, വിശ്വപൗരൻ എന്ന രീതിയിൽ. വലിയ അറിവുള്ള വ്യക്തിയാണ്, ഒരുപാട് പുസ്തകം എഴുതി അതിൻ്റെ റോയൽറ്റി കൊണ്ട് മാത്രം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്, ലോകം അറിയുന്ന ആളാണ് എന്നൊക്കെ അവർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ തരൂരിനെ മുന്നിലേക്ക് നിർത്തി അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് തരൂരാണ്. അങ്ങനെ ഓരോ ജില്ല ഇങ്ങനെ കടന്നു വരുമ്പോഴേക്കും മനോരമ തന്നെ അച്ചു നിർത്തുന്നുണ്ട്, മെത്രാന്മാർ പിന്തുണയ്ക്കുന്നു തരൂരിനെ, അതേപോലെ തന്നെ പാണക്കാട് കുടുംബം, ലീഗുകാർ, അവരെല്ലാം തത്വത്തിൽ തരൂർ തന്നെ UDFനെ നയിക്കട്ടെ എന്ന തരത്തിലേക്ക് വരുന്നു. അടുത്ത മുഖ്യമന്ത്രി തരൂരായിരിക്കും എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുത്തു പോകുന്നു. അങ്ങനെ ഓരോ ജില്ലയിലെയും പ്രഭാഷണങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഒടുവിലല്ല അതിനിടയിൽ കോഴിക്കോട് എത്തുന്നു. കോഴിക്കോട് വെച്ചാണ് തരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ വിഡ്ഢിത്തരം കാണിക്കുന്നത്. അദ്ദേഹം അവിടുത്തെ പ്രസംഗത്തിനിടയിൽ ഒരു പരാമർശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയെന്നോ അല്ലെങ്കിൽ സത്യം പറഞ്ഞതാണ് എന്ന് തന്നെ കൂട്ടാം. അവിടെ ഹമാസിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തീവ്രവാദികളായിട്ടുള്ള ഹമാസ്, തീവ്രവാദ സംഘടനയായ ഹമാസ് എന്ന തരത്തിലാണ്. ശുഭം. അപ്പോൾ മുതൽ തരൂർ സൈഡാവാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം പഹൽഗാം, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ദാരുണമായ സംഭവം, പഹൽഗാം സംഭവം. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചതിന് ശേഷം ലോകത്ത് പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ സംഘങ്ങളെ വിടുന്നു. അതിനെയൊക്കെ നയിച്ചുകൊണ്ട് തരൂരാണ് മുന്നിൽ നിൽക്കുന്നത്. ആ നിർണായക സമയത്തേക്ക് രാജ്യത്തിൻ്റെ ഒപ്പമായിരുന്നു തരൂർ. നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും തരൂർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന ആ സ്ഥാനത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാവുന്നു. അങ്ങനെ തരൂർ പിന്നിലേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധിക്ക് പോലും അനഭിമിതനാവുന്നു. തരൂരിനെ പറ്റി കോൺഗ്രസ്സിലുണ്ട് ഇല്ല എന്ന തരത്തിൽ വരെ വാർത്തകൾ വരുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കളൊന്നും തരൂരിനെ പറ്റി അധികം പരാമർശിക്കാതായി. അങ്ങനെയാണ് തരൂർ ഈ റേസിൽ നിന്ന് പിന്നിലേക്ക് പോയത്. അല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അല്ലായിരുന്നുവെങ്കിൽ തരൂർ അങ്ങനെ ഒരു പരാമർശം നടത്തിയില്ല എന്ന് കൂട്ടുക. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിജയത്തെപ്പറ്റിയും മറ്റുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും കൂട്ടരും തിരഞ്ഞെടുത്ത ആ സംഘത്തിൻ്റെ തലവനായി തരൂർ വരുന്നു. അപ്പോൾ അത് നിരസിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ എല്ലാത്തിനും എന്തിനും ഏതിനും മോദിയെയും BJPയെയും എതിർത്തിരുന്നുവെങ്കിൽ തരൂർ തന്നെ അവിടെ ഇപ്പോഴും കണ്ടേനെ. എങ്കിൽ ഈ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുന്ന ഒന്നും കാണേണ്ടി വരില്ലായിരുന്നു. ഒരു എതിർപ്പുമില്ലാതെ തരൂർ ഇതിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു നമ്മളെ ഭരിച്ചു തുടങ്ങുമായിരുന്നു. ഇതാണ് ഈ പണ്ടുള്ളവർ ചിലത് പറയാറില്ല, യോഗമില്ല എന്ന് പറയാറുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ യോഗമില്ലായ്മ ഒരു തവണയല്ല, ഒന്നിലധികം തവണ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 10 വർഷം മുമ്പ് അദ്ദേഹം BJPയിലേക്ക് പോയിരുന്നു എങ്കിൽ ഇതിനകം തന്നെ BJP മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോടെ ഇരിക്കേണ്ട മനുഷ്യനാണ്. അവിടെയും വിഡ്ഢിത്തരം കാണിച്ചു. കോൺഗ്രസിൽ തന്നെ തുടർന്നു. ഏറ്റവും ഒടുവിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി ഞാൻ മത്സരരംഗത്ത് കാണില്ല എന്ന് പറഞ്ഞതിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തെ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷേ അവിടെയും പടിക്കൽ കൊണ്ട് കലമടച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമിനെയും ഇസ്ലാം തീവ്ര ചിന്താഗതിയുള്ളവരെയൊക്കെ വെറുപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ ബാക്കിയുള്ളവരൊക്കെ തീരെ പുറകിലായിരിക്കും. പിന്നീട് ഈ മത്സരം വന്നപ്പോഴാണല്ലോ KC ചെയ്ത
അല്ലെങ്കിൽ വി ഡി ചെയ്ത കാര്യം, ആസി ചെയ്ത കാര്യമൊക്കെ അവരുടെ അണികൾ പൊക്കിക്കൊണ്ട് വരികയും ഇല്ലാത്ത ഈ ഇമേജ് ബിൽഡിംഗ് ഒക്കെ നടത്തി ഇന്നിപ്പോൾ ഇവരൊക്കെയാണ് എന്തോ ഇതിൻ്റെ വലിയ വിജയത്തിന് കാരണമായ എന്ന തരത്തിൽ മാധ്യമങ്ങൾ ഇതുപോലെ കൊട്ടിഘോഷിക്കുന്നത്. ഇതൊന്നുമില്ലാതെ ശശി തരൂർ നേരെ മുഖ്യമന്ത്രി ആകുമായിരുന്നു. പക്ഷേ യോഗമില്ലാതായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല.